ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് 1917 മെയ് 13-നാണ്. ഫ്രാൻസിസ്, ലൂസി, ജസീന്ത എന്നീ 3 ഇടയ മക്കൾക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഒരു പ്രാവശ്യമല്ല, തുടർച്ചയായി 6 മാസം. അവസാനത്തെ പ്രത്യക്ഷം നടന്നത് 1917 ഒക്ടോബർ 13 അന്നത്തെ പ്രത്യക്ഷം കേട്ടറിഞ്ഞ് കാണാനായി, അനുഭവിക്കാനായി ഏകദേശം 100,000-ഓളം ആളുകൾ ആ ഫാത്തിമ കുന്നിൽ എത്തിച്ചേർന്നുവെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മാതാവിൻ്റെ ദർശനം ലൂസി, ജസീന്ത, ഫ്രാൻസിസ്കോ എന്നീ കുഞ്ഞുമക്കൾക്ക് മാത്രമാണ് അനുഭവമായത്. അവിടെ കൂടിയിരുന്ന വിശ്വാസ സമൂഹം മുഴുവൻ, അതിൽ മെത്രാന്മാരുണ്ടായിരുന്നു, വൈദികരുണ്ടായിരുന്നു, സന്യസ്തരുണ്ടായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, സാധാരണ വിശ്വാസികളുണ്ടായിരുന്നു. അവർക്കൊക്കെ കാണാൻ സാധിച്ചത് ദ മിറക്കിൾ ഓഫ് ദ സൺ. അതുമാത്രമാണ്, സൂര്യനൃത്തം, അതുമാത്രമാണ് അവർക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ പരിശുദ്ധ അമ്മ സംസാരിച്ചത് മുഴുവൻ ഈ കുഞ്ഞുങ്ങളോടാണ്. ഈ കുഞ്ഞുങ്ങളോട് അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കണം, ലോക സമാധാനത്തിന് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കണം. പറയാൻ കാരണം അത് 1-ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമായിരുന്നു. പാപികളുടെ മാനസാന്തരവും ലോകസമാധാനവും, അതിനൊറ്റ മാർഗം മാത്രമാണ് അമ്മ പറഞ്ഞു വെച്ചത്. ആ മാർഗമായിരുന്നു ജപമാല. ഫ്രാൻസിസും ലൂസിയും ജസീന്തയും ഈ സന്ദേശം ലോകത്തോട് പ്രഘോഷിച്ചു. 2005 വരെയാണ് ലൂസി ജീവിച്ചത്. 1919 ഫ്രാൻസിസും 1920 ജസീന്തയും മരണമടഞ്ഞു. പക്ഷേ 2005 വരെ ജീവിച്ച ലൂസി ഇങ്ങനെ പറഞ്ഞു വെച്ചു: ജപമാല എന്നാൽ ഇറ്റ് ഈസ് എ ഗേറ്റ് വേ ഓഫ് സാൽവേഷൻ. ത്രൂ റോസറി വി മേക്ക് ആൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് മദർ മേരി. ഒരു പ്രത്യേക ആത്മബന്ധമാണ് ജപമാലയിലൂടെ പരിശുദ്ധ അമ്മ വഴി നമ്മൾ നേടിയെടുക്കുന്നത്. ഈ ഒരു ബന്ധം ദൃഢമാകാൻ നമ്മുടെയൊക്കെ കുടുംബത്തിലും ജീവിതത്തിലും ജപമാല ചൊല്ലണം. അതുകൊണ്ടാണ് പറഞ്ഞു വയ്ക്കുക: പ്രേ ടുഗദർ, സ്റ്റേ ടുഗദർ. ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഒരുമിച്ച് ജീവിക്കും. അതുകൊണ്ട് ഈ ബന്ധം വേണോ? അത് കിട്ടും. എവിടുന്ന്? ജപമാലയിലൂടെ. അങ്ങനെ ജപമാലയിലൂടെ ഈ ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ നമുക്കിടയാകട്ടെ. പരിശുദ്ധ ജപമാല രാജ്ഞി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.